പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി നമ്മൾ അപ്പുക്കുട്ടിന് ഒരു കൂട്ടിനെ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പുക്കുട്ടിന് അങ്ങ് കൂട്ട് വേണോ അത്ര, എന്നാൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴി നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പൂവൊക്കെ വാങ്ങി തലയിൽ വെച്ചു. എന്നിട്ട് ഒരുപാട് ദൂരം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ട്രിവാൻഡ്രം കഴിഞ്ഞ് 35 കിലോമീറ്ററോളം പിന്നെയും പോയി കേട്ടോ. അതുകൊണ്ട് അപ്പുക്കുട്ടിന് വിശന്നപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചു. ഞാനാണെങ്കിൽ ദോശയാണ് വാങ്ങി കഴിച്ചത്, വിത്ത് ഓംലെറ്റും വാങ്ങി. അങ്ങനെ ഒരുപാട് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം 9:30 ആയപ്പോഴത്തേന് നമ്മൾ സ്ഥലത്ത് ചെന്നു. നമ്മളുടെ മനസ്സിൽ 2 പട്ടിക്കുട്ടികളായിരുന്നു, ഒന്ന് ബീഗിള് അല്ലെങ്കിൽ ബോക്സർ എന്നുള്ളത്. അങ്ങനെ ബോക്സറിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ആദ്യം കൊണ്ടുവച്ചു കേട്ടോ. അങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ ഇവനെയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത്. അപ്പുക്കുട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ പെറ്റിനെയൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര പേടിയായിരുന്നു. പേര് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. ഇനി നിങ്ങളായിട്ടൊരു പേര് സജസ്റ്റ് ചെയ്തിട്ട് ആ പേരായിരിക്കും കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത്. ശേഷം ബീഗിളിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അതിനെ അഴിച്ചോണ്ട് വന്നു കേട്ടോ. അപ്പൊ ഈ ഒരു പട്ടിക്കുട്ടി പ്രഗ്നന്റ് ആണ്. ഡെലിവറി ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനെയും കൂടെ നോക്കായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 2 പട്ടിയും കൂടെ അല്ല, ഏതെങ്കിലും ഒരെണ്ണത്തെ അങ്ങനെ അതിനെയൊക്കെ കാണിച്ചിട്ട് നമ്മുടെ എടുക്കുന്ന ബോക്സർ ഉണ്ടല്ലോ അതിന്റെ അമ്മയാണ് കേട്ടോ ഇത്. അങ്ങനെ അവളെയൊക്കെ കണ്ട് അവൾക്ക് ഞാൻ പറഞ്ഞു, നിന്റെ മോളെ ഞാൻ ദത്തെടുക്കാണ്, ഞാൻ പൊന്നു പോലെ നോക്കാളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവളെ തിരിച്ചു കൊണ്ടുപോയി. പിന്നെ അവിടെ കുറേ പപ്പീസും പട്ടികളും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാത്തിനെയും നോക്കിയിട്ട് അപ്പുക്കുട്ടനെ ഞങ്ങളും നമ്മളടുത്ത ആ ഗോപിയുള്ള നമ്മുടെ കുട്ടനെ എടുത്തു. പേര് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്തോ. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു പേര് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഗേളാണ് പട്ടിക്കുട്ടി. അങ്ങനെ അപ്പുക്കുട്ടൻ്റെ കയ്യിലോട്ട് ഒഫീഷ്യലായിട്ട് നമ്മുടെ പട്ടിക്കുട്ടിയെ വെച്ച് കൊടുത്ത് ഞങ്ങൾ പാക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫാമിലിയിലോട്ട് ഇനി ഒരു മോളും കൂടെ കേട്ടോ ഞങ്ങൾ പൊന്നുപോലെ നോക്കോളാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് 9:30 എത്രയോ സമയമായി കേട്ടോ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്തു. അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഫുഡ് കൊടുത്തിട്ടില്ലായിരുന്നേ, കാരണം കാറിൽ യാത്ര ചെയ്യുമ്പോൾ വൊമിറ്റ് ചെയ്യാലോ എന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവളെ ഉറക്കും. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അപ്പുക്കുട്ടൻ ജനിച്ച ഫസ്റ്റ് ദിവസം ഉണ്ടല്ലോ അതുപോലെയാണ് ഇപ്പോൾ നോക്കുന്നത്. ഉറക്കമില്ല, എപ്പോഴും എടുത്തുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ നമുക്ക് ചൂച്ചുമുള്ളാനൊക്കെ. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണ് മക്കളെ ഞാനിപ്പോൾ. ഇനിയിപ്പോൾ ഇവള് വളർന്ന് വലുതായിട്ട് നോക്കാം. പിന്നെ പുതിയ അതിഥികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ 2 പേരും വന്നിട്ടുണ്ടായിരുന്നു. പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ പോകുമ്പോഴും എല്ലാം അപ്പുകൊണ്ട് ഇത് നോക്കി ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കണ്ടു നോക്കേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.